കഷായം കൊടുത്ത് അന്ന് ഈ ഇളി കാണാൻ നേരത്തെ എനിക്ക് ദേഷ്യം വരുന്നത്. കേരളീയ പറഞ്ഞ ഡയലോഗ് സുരേഷ് ഗോപിയോ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ജസ്റ്റ് നോക്കി. കേരളത്തിൽ ആരും മിണ്ടുന്നില്ല, സുരേഷ് ഗോപിയാ പറഞ്ഞത് നോക്കി. ഇപ്പൊ കേരളം കത്തിയാനല്ലോ. ജോളി, കൂടത്തായ കേസിലെ ജോളി, ഈ ഇവര് പറഞ്ഞ സ്ത്രീയാണ്. അവർ ആന്തരിക മുഴുവൻ അഴുകിപ്പോയി. കുഞ്ഞിനെ കൊന്നിട്ട് പോകുന്ന അമ്മ കാമുകനോടൊപ്പം പോവാ. ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിട്ടുള്ള KR മീര പുരുഷ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. എന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ ഇളിച്ചുകൊണ്ടാണ് ഇവരൊക്കെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇതൊക്കെ കേട്ടോണ്ട് തൊട്ടടുത്തൊരുത്തിൽ ഇളിക്കുന്നുണ്ട്. ഇവന്റെ ഇളി കാണാൻ നേരത്തൊന്നും നമുക്ക് ദേഷ്യം വരുന്നത്. എന്തായാലും ഞാൻ ഇങ്ങനത്തെ ഭാഷ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാൽ അവന്റെ ഇളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള സത്യം. ഇവരൊക്കെ പറയുന്ന കേട്ടിട്ട് കൈയടിക്കാൻ കുറെ കോമാളികളുണ്ട് എന്നുള്ളതാണ് ശരി. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ ഷാരോൺ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഗ്രീഷ്മയെ വെളുപ്പിക്കുന്ന രീതിയിലൊക്കെയാണ് KR മീര ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. എന്തായാലും ഡയലോഗ് ഇങ്ങനെയാണ്. കോഴിക്കോട് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എഴുത്തുകാരി KR മീര ഷാരോൺ കേസിൽ മുൻനിർത്തി പറഞ്ഞ പ്രസ്താവനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. ഷാരോൺ രാജു വധവുമായി ബന്ധപ്പെട്ട് കൊലപാതകത്തെ തമാശയാക്കിയുള്ള സംസാരമാണ് വിവാദമാകുന്നത്. ഒരു ബന്ധത്തിൽ നിന്നിറങ്ങുമ്പോൾ സ്ത്രീകൾ സമൂഹം അനുമതി നൽകാത്ത പക്ഷം അവൾ കുറ്റവാളി അയക്കാം എന്ന് മീര പറയുന്നു. ചില സമയത്തൊക്കെ കഷായം കൊടുക്കേണ്ടി വന്നാൽ പോലും സ്ത്രീ ഒരു കിണിയുണ്ട് കേട്ടോ. അവര് കിണിച്ചോണ്ടോ സംസാരിക്കുന്നു, തൊട്ടടുത്തിരിക്കുന്നതിന് കിണിക്കുന്നുണ്ട്. സ്ത്രീ ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോള സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവർ കുറ്റവാളിയായി തീരും. ഈ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നം എന്നായിരുന്നു KR മീര വേദിയിൽ പറഞ്ഞത്. ഇനി ഞാനൊരു സംശയം ചോദിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ അറിയപ്പെടുന്ന കുറച്ച് ക്രിമിനൽസിനെ നമുക്ക് നോക്കുക. ജോളി, കൂടത്തായ കേസിലെ ജോളി, ഇവര് പറഞ്ഞ സ്ത്രീയാണ്. ഇവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ വരെ കൊന്നു തള്ളി ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ജോളി, അല്ലെ? ഇവരുടെ ക്രൂരതയ്ക്കിരയായ എത്രത്തോളം മനുഷ്യരാണെന്നുള്ളത്, സ്ത്രീകൾ ഉൾപ്പെടെ ഇവര് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്ത്രീപക്ഷം പറഞ്ഞു എന്ത് വൃത്തികേട് ഇവരിപ്പോ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മദ്യപാനത്തിന് അടിമയായി പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇവര് ഫെമിനിസം ഒക്കെ പറഞ്ഞിട്ട് എന്ത് വിവരക്കേടും ഈ സൊസൈറ്റി വന്ന് വിളിച്ചു പറയുന്ന അവസ്ഥ. ഓക്കെ, ഈ പുരുഷപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്നിട്ട് ഗോവിന്ദച്ചാമിയെ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കരുതുക, ഗോവിന്ദച്ചാമി ഇത്തരത്തിലൊരു ക്രൈമിൽ ഏർപ്പെട്ടത് അവരുടെ അമ്മ മാന്യമായി ഗോവിന്ദച്ചാമിയെ വളർത്താത്തത് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പുരുഷവാദി വന്ന് ഡയലോഗ് അടിക്കും. ഗോവിന്ദച്ചാമിയുടെ അമ്മ മോനെ നന്നായിട്ട് വളർത്താത്തത് കൊണ്ടാണ് ഗോവിന്ദച്ചാമി ഇമാതിരി ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ പറയുന്നവനെ വെറുതെ വിടും. ഇവിടുത്തെ സ്ത്രീപക്ഷവാദികൾ വെറുതെ വിടും. ആ സമയത്ത് ഇവിടുത്തെ ഗ്രീഷ്മ എന്ന് പറയുന്ന ക്രിമിനലിനെ ഈ രാജ്യത്തിന്റെ കോടതി എല്ലാ തെളിവും പരിശോധിച്ചതിന് ശേഷം വധശിക്ഷ വിധിച്ച ക്രിമിനലിനെയാണ് ഇവർ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കേട്ട് ഇളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തനെ നമുക്ക് ആ വീഡിയോക്കകത്ത് കാണാം. എന്തിനാണ് ഇവരൊക്കെ വിളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കൊമ്പുള്ള എഴുത്തുകാരിയാണ് ഇമാതിരി വെളിവുകേടൊക്കെ വന്ന് വിളിച്ചു പറയുന്നത് തെറ്റാണെന്ന് പറയാൻ കേരള സമൂഹം മുമ്പോട്ട് വരുന്നത്. എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ജോളി എന്ന് പറയുന്ന സ്ത്രീ അവര് കൊന്നത്, ഇപ്പൊ ജോളിയെ നോക്കുക, അടുത്ത 10 വർഷത്തെ കണക്കെടുത്ത് നോക്ക്. കേരളത്തില് ഇത്രയും വലിയ ക്രൂരത ചെയ്ത വേറെ ക്രിമിനൽ ഉണ്ട്. ഒരു സ്ത്രീയല്ലേ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അവർക്ക് ആ ഫാമിലിയിൽ നിന്ന്? ഇല്ല. അവര് സ്വത്ത് തട്ടിയെടുക്കാൻ സ്വന്തം ഭർത്താവിനെ വരെ ഇല്ലാതാക്കാൻ നോക്കി. ഒരു കൊച്ചുകുട്ടിയെ വരെ ഇല്ലാതാക്കിയില്ലേ അവര്. ജോളി, ഗ്രീഷ്മ ചെറിയ പുള്ളിയല്ലോ ആണോ? ഇത്രയും ചെയ്തിട്ട് ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ? പോട്ടെ, ഈ KR മീരയിരുന്നു വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് സ്ത്രീപക്ഷം പറഞ്ഞുകൊണ്ട്. ഈ ഗ്രീഷ്മ കൊന്നുള്ള ഒരു പയ്യനില്ലേ, അവൻ എത്ര ദിവസമാണെന്നറിയോ ഹോസ്പിറ്റലിൽ കിടന്നത്? അവർ ആന്തരിക മുഴുവൻ അഴുകിപ്പോയി. അത്രയും വേദന ഏറ്റുവാങ്ങിയിട്ടാണ് ആള് മരിച്ചത്. അതിന്റെ ഒരു മര്യാദ ഇല്ലാതാണ് ഈ KR മീര പോലുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീ കാരണം വേറെ സ്ത്രീ ഇപ്പൊ കരയുന്നുണ്ട്, ഷാരോണിന്റെ അമ്മ. അത് അവരുടെ സ്ത്രീയല്ലേ? അപ്പൊ ഇതുപോലെ കഷായം കൊടുക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ വെളിവുകേടിനൊക്കെ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇത് വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലോകം തിരിച്ചു വെച്ചാനല്ലോ ഇവിടെ കുറെ ആൾക്കാർ, അല്ലെ? സ്ത്രീപക്ഷവാദം. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള കോമഡി പീസുകൾ കാരണമാണ് ഇതുപോലെ വിവരക്കേടും വെളിവുകേടും പറയുന്ന ഈ ഫെമിനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമുകൾ കാണുവാണ് ഈ സാധാരണ ഈ സ്ത്രീകൾ കൃത്യമായ രീതിയിൽ സംസാരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ നാട്ടുകാർക്ക് പരിഹാസമുണ്ട്. കാരണം ഇമാതിരി വെളിവുകേടൊക്കെയാണ് ഈ ടീമുകളൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. ഒരു കൊലപാതകി സ്ത്രീ ആയതുകൊണ്ട് എന്ത് ചെയ്യാണ് ഇവര്? വലിയ സംഭവമാണ്, ആനയാണ് ചേനയാണ്, അവർ ചെയ്ത ക്രൈമിനെ വരെ അങ്ങ് തൂത്തുകളയുക. സ്ത്രീ ആയാലും പുരുഷനായാലും ക്രൈം ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളി എന്ന് പറയാനുള്ള അർജം കാണിക്കണം. അതല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ കാമുകൻ എന്നൊക്കെയാണ് പറയുന്നത്.
ഇവിടെ തേക്കുന്ന അല്ലെങ്കിൽ സ്വത്ത് തട്ടിയെടുക്കുന്ന കൊലപാതകം ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ കാണാറില്ലേ? കാമുകന്റെ കൂടെ പോയാൽ അമ്മ കുഞ്ഞിനെ കൊന്നു കളയുന്ന കേസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് സ്ത്രീയല്ലേ? അപ്പൊ ഇമ്മാതിരി വെളിവ് കേട് വന്ന് പറയാതിരിക്കുക, പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന് കിണിക്കാതിരിക്കുക, തെറ്റ് പറയാവുമ്പോൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുക. അത് ഇത്ര എന്ത് വലിയ കൊമ്പുള്ള എഴുത്തുകാരിയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സ്ത്രീപക്ഷം പറഞ്ഞ് സ്ത്രീകൾ എന്ത് ക്രൈം ചെയ്താലും ഇവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലഹരിയായി ഇവർ മാറിയിട്ടുണ്ട്. അതായത് ഇവരുടെ പ്രശ്നം അതാ. ഇവരെ പോലുള്ള ആൾക്കാർ കാരണം യഥാർത്ഥത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലും നാട്ടുകാർക്ക് കോമഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ബോധമുള്ള ആരെങ്കിലും ഗ്രീഷ്മ എന്ന് പറഞ്ഞ കഷായം ഗ്രീഷ്മയൊക്കെ വന്ന് ന്യായീകരിക്കൂ. കഷായം കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് ഇളിക്കുകയാണ്. ഇവരുടെ ഇളി കാണാൻ നേരത്താണ് നമുക്ക് ഇറിറ്റേഷൻ വരുന്നത്. തൊട്ടടുത്തുള്ള ഒരുത്തരും ഇളിക്കുകയാണ് ഇളി. ഇതൊക്കെ കാണാൻ നേരത്ത് സത്യം പറഞ്ഞാലും ഈ കെ ആർ മീരയുടെ സ്റ്റേറ്റ്മെന്റ് കുഞ്ഞിനെ കൊന്നിട്ട് കാമുകനോടൊപ്പം പോകുന്ന സ്ത്രീകളുണ്ട്, അറിയാം വ്യാജ പീഡന പരാതി നൽകുന്ന സ്ത്രീകളുണ്ട്, അറിയാം. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇത് പലപ്പോഴും കോടതി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് നൽകുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത്, ഇല്ലേ? കുഞ്ഞിനെ കൊന്നിട്ട് പോകുന്ന അമ്മമാരല്ലേ കാമുകനോടൊപ്പം? അപ്പൊ ഇവിടെ എല്ലാം വന്നിട്ട് നിങ്ങൾ ഇളിച്ചോണ്ട് പറയുമോ? അപ്പം ഇതിനകത്ത് ബാധിക്കപ്പെടുന്ന ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ആൾക്കാരല്ലേ. ഗോവിന്ദച്ചാമിയെ വേറൊരാൾ വന്നിട്ട് ഗോവിന്ദച്ചാമി ഈ ക്രൈം ചെയ്യാനുള്ള കാരണം ഗോവിന്ദച്ചാമിയുടെ അമ്മയാണ്, അവര് നന്നായി വളർത്താത്തത് കൊണ്ടാണ്, ആ സ്ത്രീ മാത്രമാണ് കാരണക്കാരി എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളം കത്തത്തില്ലേ? അപ്പൊ നമ്മളെന്തായാലും ഇമാര് വിവരക്കേടൊന്നും പറയാൻ നിൽക്കത്തില്ല. നമ്മൾ വലിയ എഴുത്തുകാരനൊന്നും അല്ല, അല്ലെങ്കിൽ എഴുത്ത് വലിയ സംഭവമൊന്നും അല്ല. പക്ഷെ ബോധമായിട്ട് ചിന്തിക്കാൻ പറ്റും. ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് തെറ്റുകാരൻ എന്ന് പറയാനുള്ള ആർജവമൊക്കെ നമുക്കുണ്ട്. അതല്ലാതെ എല്ലാത്തിനകത്തും സ്ത്രീപക്ഷം കയറ്റിക്കൊണ്ട് സ്ത്രീ മാത്രമാണ് ഈ ലോകത്തെ എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നത്, പുരുഷന്മാരെല്ലാം പ്രിവിലേജ് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കാരാണ്, ഇവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, സ്ത്രീകൾ കാരണം ഇവരൊന്നും അനുഭവിക്കുന്നില്ല, ഇവർക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇമാതിരി ഉടായ്പ് ടീമുകളാണ് നമ്മുടെ നാട്ടിൽ സ്ത്രീപക്ഷവാദം പറയുന്നത്. അതൊക്കെ കേട്ട് ഇളിക്കുന്ന കുറെ ടീമുകൾ ഇത് നമ്മുടെ നോക്ക്. ഇപ്പൊ ഒരു ഉദാഹരണം നോക്കുക. ഈ കെ ആർ മീര പറഞ്ഞ ഡയലോഗ് സുരേഷ് ഗോപിയോ എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ ജസ്റ്റ് നോക്കി. കേരളത്തിൽ ആരും മിണ്ടുന്നില്ല, സുരേഷ് ഗോപിയാ പറഞ്ഞത് നോക്കി. ഇപ്പൊ കേരളം കത്തിയാനല്ലോ, എന്തെല്ലാം തരുന്നത് ബഹളം ഉണ്ടായാലും. എന്താ കെ ആർ മീര പറഞ്ഞിട്ട് മിണ്ടട്ടില്ലാത്ത ഇവിടുത്തെ സ്ത്രീപക്ഷവാദികൾ? അതിന് വലിയൊരു കോമഡി ഞാൻ പറയാൻ. ഈ WCC എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ ഈ WCCയുടെ കുറച്ച് അംഗങ്ങളുണ്ട്, ഇവരിരുന്ന് ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇപ്പം ടോക്സിക് എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. അതിനകത്ത് യാഷ് രാജിന്റെ സിനിമയ്ക്കകത്ത് ഗീതു മോഹൻദാസ് ആണ് സംവിധാനം ചെയ്യുന്നത്. അതിനകത്ത് സ്ത്രീ ഉപയോഗ വസ്തുവായി അല്ലെങ്കിൽ ലൈംഗിക വസ്തുവായി തന്നെയാണ് യാഷ് രാജിന്റെ സിനിമയിൽ സ്ത്രീയെ കാണിക്കുന്നത്. ആര് സംവിധാനം ചെയ്തത്? ഗീതു മോഹൻദാസ്. ഇതേ ഗീതു മോഹൻദാസ് കുറച്ച് നാളുകൾക്ക് മുന്നിൽ പാർവതി തിരുവത്തിന് എരികേറ്റി വിടുന്നുണ്ട് സെയ്റ്റ് എന്ന് പറഞ്ഞ് കസബ സിനിമയെ പറ്റി. ഇത് അന്ന് ഡയലോഗ് അടിച്ച ടീം ഇപ്പോ വേറൊരു ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഇമ്മാതിരി തോന്നിയാസമൊക്കെ ചെയ്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവരുടെ സ്ത്രീപക്ഷവാദം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ WCC അംഗങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തോളാം. അപ്പൊ പിന്നെ കസബയുടെ കാര്യത്തിൽ എന്തിനാ പബ്ലിക്കായിട്ട് സംസാരിച്ച്? ഇതുപോലെ ഉഡായിപ്പ് ടീമുകളൊക്കെ സ്ത്രീപക്ഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അതുപോലെ ഒരു റിയാസ് അലീം എന്ന് പറയുന്ന ഒരാളുണ്ട്, ഒരു വ്യക്തിയുണ്ട്, സ്ത്രീ പുരുഷനെന്ന് ഞാൻ പറയുന്നില്ല, ഒരു വ്യക്തിയുണ്ട്. പുള്ളിക്കാരന്റെ പരിപാടി ഇത് തന്നെ. പുരുഷന്മാർ മുഴുവൻ പ്രിവിലേജ് അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നാണ് പുള്ളിക്കാരന്റെ വാദം. ഇവിടെ പുരുഷന്മാരും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ സ്ത്രീ പുരുഷൻ എന്നല്ല, അവിടെ പ്രശ്നം അനുഭവിക്കുന്നതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഒരു സൊസൈറ്റി ചെയ്യേണ്ടത്. അതല്ലാതെ സ്ത്രീകളെല്ലാം സ്ത്രീ എന്ത് ചെയ്താലും അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്തേക്കണം. കഷായം ഗ്രീഷ്മയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ആൾക്കാരെ കാണാൻ നേരത്താണ് കഷ്ടം തോന്നുന്നത്. കഷായം കൊടുത്ത് അങ്ങ് ഈ ഇളി കാണാൻ നേരത്താണ് എനിക്ക് ദേഷ്യം വരുന്നത്. കരമീര എന്ന് പറഞ്ഞ എഴുത്തുകാർ പറഞ്ഞ ഡയലോഗ് വളരെ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട്